യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമുക്ക് കേൾക്കാൻ ഒരുങ്ങാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ദിവസവും നിങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഒത്തിരി ആഗ്രഹത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെയാണ് നിങ്ങൾ ഈ വചനങ്ങളെ ശ്രദ്ധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. വചനം സ്വീകരിക്കുന്നൊരു ഹൃദയവും വചനം നിലനിൽക്കുന്നൊരു ഭവനവുമാണ് നിങ്ങളുടേതെങ്കിൽ ഒരന്ധകാര ശക്തിക്കും ഒരു തിന്മയുടെ സ്വാധീനത്തിനും നിങ്ങളുടെ വീടിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ വീട് നിൽക്കുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വെളിച്ചത്തിനകത്താണ്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ബുദ്ധിപരമായൊരു വളർച്ചയില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. കൊച്ചിനെ കൊണ്ട് എന്നും ആശുപത്രിയിലാണ്, ഓപ്പറേഷനാണ്, ട്രീറ്റ്മെൻറ്റ് വേണം. പല കാര്യങ്ങളിൽ അവരുടെ മക്കളെ കൊണ്ട് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. ഉച്ചത്തിൽ അലറി ഒച്ച വയ്ക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഓട്ടിസം പോലുള്ള പ്രതിസന്ധികൾ ഒക്കെ നേരിടുന്ന കുഞ്ഞുങ്ങളുണ്ട്. കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. കഷ്ടപ്പെടുന്നവർ, വേദനിക്കുന്നവർ, എൻ്റെ ജീവിതം ഇങ്ങനായല്ലോ, ഇങ്ങനെയായിപ്പോയല്ലോ. അവരുടെ മക്കളെ കൊണ്ട് ഒരു നല്ല സ്ഥലത്ത് പോകാൻ പറ്റില്ല, പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർക്ക് അത് ഇഷ്ടക്കേടുണ്ടാവുന്നു. പ്രാർത്ഥിക്കുന്നവരും വിഷമിക്കുന്നവരും സങ്കടപ്പെടുന്നവരും ഉണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെ ആരുമില്ല എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാതിരിക്കരുത്. വേറൊരാളുടെ സങ്കടം നമ്മുടെ സങ്കടം തന്നെയാണ്. വേറൊരാളുടെ പ്രാർത്ഥനാ വിഷയം നമ്മളും പ്രാർത്ഥിക്കേണ്ട വിഷയം തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന പലതരം പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, വേദനിക്കുന്നവർ, ഒറ്റപ്പെടുന്നവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഭീകരമായ കടബാധ്യതയുള്ളവരുണ്ട്. ഭീമമായ കടം പലിശക്കെടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. കടം കയറി, പലിശ കയറി, പലതരത്തിലുള്ള ഞെരുക്കുന്ന പ്രയാസത്തിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുന്നവരുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. ദൈവം അനുഗ്രഹിച്ചോളും. ഇന്ന് കേൾക്കാം പ്രാർത്ഥനയോടെ ഈ വചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. അന്ധനെ സുഖപ്പെടുത്തുന്നു എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ജനിച്ച നാൾ മുതൽ ഈ ഒരവസ്ഥയിലാണ്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? നമ്മളാണേലും ഇന്നും ഇങ്ങനെ ചിന്തിക്കും, ഈ പ്രശ്നം ഉണ്ടായത് എന്തേലും ദോഷം കൊണ്ടാണോ? എന്തേലും ശാപമാണോ? അവരും ഇവരൊക്കെ എന്തേലും ചെയ്തതിൻ്റെ ഭാഗമാണോ? നിങ്ങളും ചിന്തിക്കുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്. ശാപമാണോ, ദോഷമാണോ, അതുകൊണ്ടാണോ, ഇതുകൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായത്, അങ്ങനെ ആയതുകൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായത്? ശിഷ്യന്മാരും ചോദിച്ചു, ഇവൻ ഇങ്ങനെ അന്ധനായി ജനിച്ചത് ഇവരുടെ മാതാപിതാക്കൾ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടാണോ? ഇവൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, അല്ല പിന്നെയോ പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ശിഷ്യന്മാർ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നാണ്. യേശു പറഞ്ഞത് എന്തിനു വേണ്ടിയാ ഈ പ്രതിസന്ധി എന്നാണ്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്,
എന്തിനു വേണ്ടി എന്നതുകൊണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മളെല്ലാവരും എന്തിനു വേണ്ടി എന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത്, എന്തുകൊണ്ടാണ് ആ തടസ്സം, എന്തുകൊണ്ടാണ് വീട് പണിയാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വിട്ടുമാറാത്തത്, എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശിഷ്യന്മാരും അത് തന്നെയാണ് യേശുവിനോട് ചോദിച്ച്, എന്തുകൊണ്ടായത്. യേശു എന്തുകൊണ്ടാണെന്ന ഉള്ള മറുപടിയല്ല യേശു പറഞ്ഞത്, അത് എന്തിനു വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ചില പ്രതിസന്ധികൾ ഒരു സാക്ഷ്യത്തിനാണ് കേട്ടോ, ഒരു സാക്ഷ്യം. ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടാകാം. ഇതെന്താ ഇങ്ങനെ, എന്തുകൊണ്ടാ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആവശ്യമില്ലാത്ത ഉത്തരങ്ങളെ സ്വീകരിച്ച് മനസ്സ് കളയരുത്. എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കുക. ഇതെന്തോ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാ, ഇതെൻ്റെ നന്മയ്ക്ക് ദൈവം ഒരുക്കിയതാ, ഇതെനിക്ക് വേണ്ടി, എൻ്റെ നന്മയ്ക്ക് എന്തോ ഒരു സാക്ഷ്യത്തിനായത്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകേണ്ടതിനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ ചിലരൊക്കെ ചിന്തിക്കുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ജീവിക്കാനൊരു ഭാഗ്യമില്ലെന്ന് തോന്നുന്നു, ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കും, ഒരു സന്തോഷവുമില്ല, നിങ്ങളുടെ കുടുംബത്തിൽ പരസ്പരം ഒരു സ്നേഹമില്ല, എന്തിനും പെട്ടെന്ന് വഴക്ക്, പെട്ടെന്ന് ദേഷ്യം, ഇങ്ങനെയൊക്കെയാണോ? എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അതൊരു സാക്ഷ്യമായിട്ട് മാറുമെങ്കിലോ, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും നിങ്ങളും ഒരു സാക്ഷ്യമായിട്ട് തീരുമെങ്കിലോ, അത് ഒരു അനുഗ്രഹത്തിനായിട്ട് ദൈവത്തിനത് മാറ്റാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രവർത്തികൾ അത് പ്രകടമാകാൻ ആ സ്ഥലത്ത്, ആ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകും. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകാനാണ്. എന്തിനാണ് ഈ ശുശ്രൂഷയെ ദൈവം ഒരുക്കിയത്? ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളിൽ പ്രകടമാകേണ്ടതിന്. എന്തിനാണ് ഈ ശുശ്രൂഷ? മാതാപിതാക്കളായ നിങ്ങൾ കാണുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളിൽ പ്രകടമാകാൻ. എന്തിനാ യുവതീ യുവാക്കൾ ഇത് കാണുന്നത്? എന്തിനാ കുഞ്ഞുങ്ങളിത് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭാവിയിൽ, നിങ്ങളുടെ പ്രതീക്ഷയിൽ, നിങ്ങളുടെ അധ്വാനത്തിൽ പ്രകടമാകേണ്ടതിനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തിൻ്റെ വചനം പ്രതീക്ഷയോടെ കേൾക്കുന്നുണ്ട്. ഒട്ടും നിസ്സാരമൊന്നുമല്ല. ഒരുപാട് പേർ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും ദൈവം കൈ പിടിച്ചു കൊണ്ടുപോകുന്ന അനുഭവവും ഇന്ന് ഒത്തിരി പേർക്കുണ്ട്. ഏതു നാട്ടിൽ, ഏത് സ്ഥലത്തിൽ, എവിടെ ചെന്നാലും, പ്രാർത്ഥനയ്ക്കായിട്ട് ചെന്നാൽ മിനിമം ഒരു 10 പേരെങ്കിലും ഉണ്ടാകും സാക്ഷ്യം പറയാൻ ഓടി വരുന്നവർ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമായതിൻ്റെ അനുഭവങ്ങളാണ്. ഓരോ ആഴ്ചയിലും 100ഓളം സാക്ഷ്യങ്ങൾ ഈ അൾത്താരയിൽ പറയുകയോ എഴുതി തരികയും കൂടെ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകുന്നതാണ്. ഇവിടെയുള്ള കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും, മുട്ടിലിഴഞ്ഞ് പ്രാർത്ഥിക്കുന്നതും, നേർച്ചയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ശുശ്രൂഷയെ ദൈവം ഒത്തിരി പേരുടെ ഇടയിൽ ഒരു അനുഗ്രഹമാക്കി മാറ്റിയത്, പലർക്കും അനുഭവിക്കാൻ കഴിഞ്ഞത്. നമ്മളിന്ന് പ്രാർത്ഥിക്കുവാണ്. അന്ധനായ ഒരാളെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവനിങ്ങനായത്? എന്താ പ്രശ്നം? വീട്ടുകാരുടെ പ്രശ്നമാണോ? നാട്ടുകാരുടെ പ്രശ്നമാണോ? ഇവൻ്റെ പ്രശ്നമാണോ? പാപമാണോ? ശാപമാണോ? യേശു ആ ഭാഗം ഒന്നും എടുത്ത് സംസാരിച്ചില്ല. യേശു പറഞ്ഞു, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഇതെന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പറയാം. ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്, ഇവനൊരു സാക്ഷ്യമാകാനാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ വചനം കേൾക്കുന്നതെന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് ഈ വചനം കേൾക്കുന്നത്? എന്തിനാന്ന് ചോദിക്കും. എന്തിനു വേണ്ടിയാണെന്ന് പറയാം. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിങ്ങളിൽ പ്രകടമാകാൻ, നിങ്ങളിലൊരു ദൈവാനുഗ്രഹം ഉണ്ടാകാൻ, നിങ്ങളിലൊരു സൗഖ്യം ഉണ്ടാകാൻ, നിങ്ങളുടെ ജീവിതം ഇന്നത്തേതിനേക്കാൾ ഐശ്വര്യത്തിലാകാൻ, അതിനുവേണ്ടി ദൈവം ഒരുക്കിയ ശുശ്രൂഷയാണ് ഡെയിലി ബ്ലെസ്സിങ്. പ്രാർത്ഥനയാണിത്. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, പ്രത്യേകിച്ച് വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ല, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ,
കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിപരമായ പ്രശ്നമുണ്ട്, കാഴ്ച പരിമിതികളുണ്ട്, ഹാർട്ടിന് പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾ, ശിരസിന് പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾ, ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഒത്തിരി സങ്കടവും ഒറ്റപ്പെടലും ഏകാന്തതയും ഒക്കെ അനുഭവിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഓരോ നിയോഗത്തോടെയാണ്. ഭീകരമായ കടമുള്ളവർ, ബാങ്കിൽ ലോൺ എടുത്തു അടയ്ക്കാൻ പറ്റുന്നില്ല, പലിശക്കെടുത്തു തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, പലിശ പോലും കൊടുക്കാൻ പറ്റുന്നില്ല, പേടിയാണ്, ഫോൺ വരുന്നത് പേടിയാണ്, ആളുകളെ കാണുന്നത് പേടിയാണ്, പുറത്തിറങ്ങാൻ പേടിയാണ്, ആ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമുണ്ട്. ഒത്തിരി സങ്കടത്തിൽ നേറിപ്പുകയുന്നവരുണ്ട്. പ്രാർത്ഥിക്കോ, ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, പ്രതിസന്ധികൾ മാറും, ഇതിനൊക്കെ മറികടന്ന് വരാൻ പറ്റും. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ തീരുമാനത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ അധ്വാനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, അപകടം, ചതി, വഞ്ചന, നിരാശ എന്നിവയിൽ നിന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും തരണമേ. ശരീരത്തിൻ്റെ അകവും പുറവും സൂക്ഷിക്കണമേ. സമാധാനം നൽകണമേ, സ്വസ്ഥത നൽകണമേ. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെടണമേ. പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയെ അത്ഭുതമാക്കി മാറ്റണം. എല്ലാ കുടുംബങ്ങളിലും, എല്ലാ വ്യക്തികളിലും ഈ വചനം എത്തണമേ. എല്ലാ വ്യക്തികളും വചനം സ്വീകരിക്കാൻ ഇടയാകണമേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് വചനം കേൾക്കുന്നവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മ വരും, ഐശ്വര്യം വരും, ഒന്നിനൊരു കുറവുണ്ടാകത്തില്ല. നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു സാക്ഷ്യമാണ്. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് പ്രിയപ്പെട്ട സോജനച്ചൻ കുട്ടികൾ +2 SLC ഒക്കെ കഴിഞ്ഞവർ എന്ത് പഠിക്കണം, എന്ത് കോഴ്സ് എടുക്കണം എന്നറിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള കുഞ്ഞു പ്രാർത്ഥനയാണ്. ഒക്കുന്നവർ സമയം പോലെ അത് കാണുക. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് വരും, നന്മയായിട്ട് വരും, പ്രയോജനപ്പെടും. നാളെയും 5:30 ഒരുമിച്ച് കാണണം. നാളെ വ്യാഴാഴ്ചയാണ്. ഒരുമിച്ച് വചനം കേൾക്കണം, ഒരുമിച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കണം. നാളെയും നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.